കണക്ടിവിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറാണ്. ഇൻ എ ടു കണക്റ്റഡ് ഗ്രാഫ് ജി, എനി ടു ലോങ്ങസ്റ്റ് സൈക്കിൾ ഹാവ് അറ്റ്ലീസ്റ്റ് ടു വെർട്ടിസസ് ഇൻ കോമൺ. എന്താ പറയുന്നത്? ഒരു ടു കണക്റ്റഡ് ഗ്രാഫ് ജി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ജിയുടെ ടു കണക്റ്റഡ് ആണ് അല്ലെ, അതായത് ടു വെർട്ടെക്സ് കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഗ്രാഫ് ജി ഡിസ്കണക്ട് ആവണമെങ്കിൽ മിനിമം രണ്ട് വെർട്ടെക്സ് എങ്കിലും റിമൂവ് ചെയ്ത് കഴിഞ്ഞാലേ ഈ ഗ്രാഫ് എന്താവുള്ളൂ, ഡിസ്കണക്റ്റഡ് ആവുള്ളൂ. അങ്ങനത്തെ ഒരു ഗ്രാഫിന്റെ എന്താ പറയുന്നത്, എനി ടു ലോങ്ങസ്റ്റ് സൈക്കിൾസ് ഹാവ് അറ്റ്ലീസ്റ്റ് ടു വെർട്ടിസസ് ഇൻ കോമൺ. ആ ഒരു ഗ്രാഫില് പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ രണ്ട് സൈക്കിൾ എടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, ആ രണ്ട് സൈക്കിളിന് എന്താണ്, രണ്ട് വെർട്ടെക്സ് എങ്കിലും കോമൺ ആയിട്ട് ഉണ്ടാവും എന്നുള്ള പറയുന്നത്. കാരണം എന്താ, ടു കണക്റ്റഡ് ആണ്, രണ്ട് വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഡിസ്കണക്ട് ആവുള്ളൂ. അപ്പൊ ഇതിന്റെ പ്രൂഫ് എങ്ങനെയാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ രണ്ട് സൈക്കിളുകൾ കൺസിഡർ ചെയ്യാം, ലോങ്ങസ്റ്റ് ആയിട്ടുള്ള രണ്ട് സൈക്കിളുകൾ C1 C2. C1നെ നമ്മൾ റെപ്രസെന്റ് ചെയ്തത് U1 U2 എക്സെട്ര UK U1 സൈക്കിൾ ആണല്ലോ. അപ്പൊ U1ൽ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് U1ലേക്ക് തന്നെ തിരിച്ചു വന്നു. അതുപോലെ തന്നെ C2 വേറൊരു സൈക്കിളാണ്, അത് V1 V2 എക്സെട്ര VK V1, അതായത് V1ൽ സ്റ്റാർട്ട് ചെയ്ത് V1ൽ തന്നെ എൻഡ് ചെയ്യുന്ന രണ്ട് സൈക്കിൾസ്. നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്, ഈ രണ്ട് സൈക്കിളുകളാണ് ഏറ്റവും വലിയ ജി എന്ന് പറയുന്ന ഗ്രാഫിലെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള രണ്ട് സൈക്കിളുകൾ. ഇനി നമ്മൾ ഈ C1 ആൻഡ് C2 ആർ ഡിസ്ജോയിന്റ്, നമ്മൾ എന്താ, രണ്ട് സൈക്കിളുകളും ഡിസ്ജോയിന്റ് ആണ്, കോമൺ ആയിട്ടൊന്നും ഇല്ലെങ്കിൽ there exist two disjoint paths, say P1 joining VI and VJ and P2 joining UL and VM connecting C1 and C2 such that UI not equal to UL and VJ not equal to VM. അതായത് C1 and C2 are disjoint ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, P1 P2 ഫോർ എക്സാമ്പിൾ എടുക്കുക, ഈ ഒരു രണ്ട് സൈക്കിളുകളാണ് C1 ഉം C2. ഇത് രണ്ടുമാണ് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള രണ്ട് പാത്തുകൾ. അപ്പൊ ഇത് ഡിസ്ജോയിന്റ് ആണ്, ഈ രണ്ട് സൈക്കിളുകളും ഡിസ്ജോയിന്റ് ആണെന്നാണ് അസ്യൂം ചെയ്തത്. അതായത് ഈ രണ്ട് സൈക്കിളുകളിലും കോമൺ ആയിട്ട് വെർട്ടെക്സുകൾ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്, രണ്ട് പാത്തുകൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, P1 എന്ന് പറയുന്ന ഒരു പാത്തും P2 എന്ന് പറയുന്ന ഒരു പാത്തും. എങ്ങനെയാണ്? P1 എന്ന് പറഞ്ഞാൽ ജോയിനിങ് VI ആൻഡ് VJ, UI ആൻഡ് VJ, അതായത് UIനെയും VJനെയും ജോയിന്റ്. UI എവിടുത്തെ എലമെന്റ് ആണ്, C1 എന്ന് പറയുന്ന സൈക്കിളിലെ ഒരു എലമെന്റ് ആണ്. VJ എന്ന് പറയുന്നത് C2 എന്ന് പറയുന്ന സൈക്കിളിലെ ഒരു വെർട്ടെക്സ് ആണ്. അപ്പൊ UIനെയും VJനെയും കണക്ട് ചെയ്യുന്ന ഒരു P1 ഉം അതുപോലെ വേറെ UI അല്ലാത്ത വേറൊരു വെർട്ടെക്സ് VL, UL, അതുപോലെ VJ അല്ലാത്ത വേറൊരു വെർട്ടെക്സ് VM, ഇതിനെയും കണക്ട് ചെയ്യുന്ന ഒരു P2 എന്ന് പറയുന്ന വേറൊരു പാത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഒരു പാത്ത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ, രണ്ട് സൈക്കിളും ഡിസ്ജോയിന്റ് ആയതുകൊണ്ട്. അതുപോലെ ഗ്രാഫ് എന്താണ്, കണക്റ്റഡും ആണ്. അപ്പൊ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള രണ്ട് സൈക്കിളുകൾ എടുത്തു, നമ്മൾ അസംഷൻ എന്താണ്, ഈ രണ്ട് സൈക്കിളുകളും ഡിസ്ജോയിന്റ് ആണ്. പക്ഷെ നമ്മുടെ ഗിവൺ ഗ്രാഫ് കണക്റ്റഡും ആണ്. അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള രണ്ട് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് സൈക്കിളുകളും ഡിസ്ജോയിന്റും ഗ്രാഫ് കണക്റ്റഡും ആയതുകൊണ്ട് ഇതിലെ UIയിൽ നിന്ന് VJയിലേക്ക് നമുക്കൊരു പാത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ULൽ നിന്ന് VMയിലേക്കും നമുക്കൊരു പാത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇനി എന്താണ്, UI ആൻഡ് UL ഡിവൈഡ് C1 into two sub paths അല്ലെ. UI ആൻഡ് UL എന്താണ്, C1 എന്ന് പറയുന്ന ഈ ഒരു കംപ്ലീറ്റ് സൈക്കിളിനെ രണ്ട് സബ് പാത്തുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാണ്? UI മുതൽ ഈ ഒരു പാത്ത് UL വരെയുള്ള ഒരു പാത്ത്, അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഒരു പാത്ത് വരും. അതുപോലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രണ്ട് സബ് പാത്തുകളായിട്ട് എന്താവും, നമുക്ക് ഡിവൈഡ് ചെയ്യാം. C1 എന്ന് പറയുന്ന ഈ ഒരു കംപ്ലീറ്റ് സർക്കിളിനെ UI UL എന്ന് പറയുന്ന രണ്ട് വെർട്ടെക്സ് ഉപയോഗിച്ച് രണ്ട് സബ് പാത്തുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു പാത്ത് എവിടുന്നാണ്, UIയിൽ നിന്ന് തുടങ്ങി ഇതുവഴി പോയിട്ട് ULലേക്ക് വരുന്നത്, വേറൊന്ന് UIയിൽ നിന്ന് ഈ വഴി ULലേക്ക് വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, ലെറ്റ് L1 ബി ദ ലോങ്ങസ്റ്റ് ഓഫ് ദീസ് സബ് പാത്ത്സ്. ഈ രണ്ട് പാത്തുകളിൽ ലോങ്ങസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിന്റെ വലിപ്പം നോക്കിയിട്ടല്ല, നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എത്രത്തോളം ലെങ്ത് ഉണ്ട് നോക്കിയിട്ടല്ലല്ലോ ലോങ്ങസ്റ്റ് നോക്കുക. ഏറ്റവും കൂടുതൽ വെർട്ടെക്സുകൾ ഏതിലാണോ അതാണ് ലോങ്ങസ്റ്റ് പാത്ത്. അപ്പൊ ഈ UI ഇന്ന് ULലേക്കുള്ള രണ്ട് പാത്തുകൾ, കാരണം ഇതൊരു സൈക്കിൾ ആയതുകൊണ്ട് രണ്ട് പാത്ത് ഉണ്ടാവും. അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് പാത്തിനെ നമ്മൾ എന്ത് വിളിച്ചു, L1 എന്ന് വിളിച്ചു. ഇനി രണ്ടും സെയിം ലെങ്ത് ആണെങ്കിലോ ഏതെങ്കിലും ഒന്ന് L1 ആയിട്ട് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, ഈ C2 എന്ന് പറയുന്നതിനെ ഈ VJയും VMഉം തമ്മിൽ ഉള്ള ഈ രണ്ട് വെർട്ടെക്സ് രണ്ട് ഡിഫറെന്റ് പാത്തുകളായിട്ട് ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, സബ് പാത്തുകളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതിലെ ലോങ്ങസ്റ്റ് പാത്തിനെ എന്തെടുക്കുക, L2 എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാത്ത് കൺസിഡർ ചെയ്ത് നോക്കൂ, L1, അതായത് ഇവിടുന്ന് ഇതിലേക്കുള്ള ലോങ്ങസ്റ്റ് പാത്ത്, സപ്പോസ് ഇതാണ് ലോങ്ങസ്റ്റ് പാത്ത് എന്ന് കൊടുക്കട്ടെ L1.
അതുപോലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ L1 എന്ന് പറഞ്ഞാൽ P1 ആണ് ഉപയോഗിച്ചത്. അപ്പൊ ഇവിടെ മുതൽ ഇതുവരെ എന്നിട്ട് P1 അല്ലെ, എന്നിട്ട് L2, അതായത് ഇതിലെ ലോങ്സ്റ്റ് പാത്ത് ഇതാണെന്ന് വിചാരിക്കുക, L2 യൂണിയൻ P2. ഈ സാധനം എന്താണ്? ഈസ് എ സൈക്കിൾ ഓഫ് ലെങ്ത് ഗ്രേറ്റർ ദാൻ C1 ഓർ C2. കാരണം എന്താ, ഇതിലെ ഏറ്റവും ലോങ്സ്റ്റ് ഈ C1 എന്ന് പറയുന്നതിലെ ഏറ്റവും ലോങ്സ്റ്റ് സാധനം ഇവിടെ എടുത്തു, C2ലെ ഏറ്റവും ലോങ്സ്റ്റ് എടുത്തു, അതിൽ കൂടെ ഈ രണ്ട് പാത്തുകളും കൂടെ ആഡ് ചെയ്ത സാധനമാണ് എന്ത്, L2 എന്ന് പറയുന്നത്. സോറി, ഈ ഒരു L1 യൂണിയൻ P1 യൂണിയൻ L2 യൂണിയൻ P2 അല്ലെ. അപ്പൊ അതെന്താണ്, C1നെക്കാട്ടിലും C2നെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു പാത്ത് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പൊ അതെന്താണ്, നമ്മൾ അസംഷൻ ഒരു കോൺട്രാഡിക്ഷൻ ആണ്. കാരണം എന്താ, ഏറ്റവും വലിയ രണ്ട് സൈക്കിളുകളാണ് C1ഉം C2ഉം നമ്മൾ എടുത്തത് അല്ലെ. അപ്പൊ എന്താണ്, C1ഉം C2ഉം ഏറ്റവും വലിയ സൈക്കിളായിട്ട് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ മിനിമം രണ്ട് വെർട്ടെക്സ് എങ്കിലും എന്ത് വേണം, ഇങ്ങനെയുള്ള ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഒരു സാധനം കണ്ടുപിടിക്കാൻ പറ്റൂല. അപ്പൊ എന്താണ്, C1ഉം C2ഉം ഡിസ്ജോയിന്റ് ആവാൻ പറ്റൂല അല്ലെ. അതാണ് ഇതിന് നമ്മൾ എന്ത് ചെയ്ത് പ്രൂവ് ചെയ്തത്. ഇനി സപ്പോസ് ദാറ്റ് C1 ആൻഡ് C2 ഹാവിംഗ് എക്സാക്ട്ലി വൺ വെർട്ടെക്സ്. ഡിസ്ജോയിന്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഏതെങ്കിലും കോമൺ ആയിട്ടുണ്ട്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, രണ്ട് വെർട്ടെക്സ് എങ്കിലും കോമൺ ആയിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇനി ഒരു വെർട്ടെക്സ് കോമൺ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കുക. സപ്പോസ് ദാറ്റ് C1 ആൻഡ് C2 ഹാവ് എക്സാക്ട്ലി വൺ വെർട്ടെക്സ് ഇൻ കോമൺ, U1 ഈക്വൽ ടു V1. അതായത് ഒരു സിംഗിൾ വെർട്ടെക്സ് മാത്രമേ കോമൺ ഉള്ളൂ എന്ന് നോക്കുക. G എന്താണ്, ടു കണക്റ്റഡ് ആണ്. ടു കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, മിനിമം രണ്ട് വെർട്ടെക്സ് എങ്കിലും ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താവുള്ളൂ, ഡിസ്കണക്റ്റഡ് ആവുള്ളൂ. അതുകൊണ്ട് എന്താണ്, U1 ഈസ് നോട്ട് എ കട്ട് വെർട്ടെക്സ് ഓഫ് G. കാരണം എന്താ, U1 എന്തായാലും ഒരു കട്ട് വെർട്ടെക്സ് അല്ല. കാരണം ഇത് ടു കണക്റ്റഡ് ആയതുകൊണ്ട് രണ്ട് വെർട്ടെക്സ് എങ്കിലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്ജോയിന്റ് ആവുള്ളൂ. ആൻഡ് സോ there exists a path P with one end vertex U in C1 minus U1 അല്ലെ. അപ്പൊ എന്താണ്, അതുകൊണ്ട് there exists a path P, ഒരു P എന്ന് പറയുന്ന ഒരു പാത്ത് ഉണ്ടാവും. വൺ എൻഡ് വെർട്ടെക്സ് UI എന്ന് പറയുന്ന ഒരു എൻഡ് വെർട്ടെക്സ് ഉണ്ടാവും ഇൻ C1 minus U1 ആൻഡ് other end vertex Vj in C2 minus V1. അപ്പൊ ഈ C1 minus V1 എന്ന് പറയുന്ന ഗ്രാഫ് എന്താണ്, ഈ ഒരു സൈക്കിൾ C1 എന്ന് പറയുന്ന സൈക്കിളിൽ നിന്ന് U1 ഒഴിവായി കഴിഞ്ഞാൽ ബാക്കി വരുന്നതിലാണ് എന്തുണ്ടാവുക, UI ഉണ്ടാവുക. അതുപോലെ C2 എന്ന് പറയുന്ന ഈ സൈക്കിളിൽ നിന്ന് V1 എന്ന് പറയുന്ന വെർട്ടെക്സ് ഒഴിവാക്കി കഴിഞ്ഞാലുള്ള ബാക്കിയുള്ളതിലെ ഒരു വെർട്ടെക്സ് ആയിരിക്കും Vj. അപ്പോൾ ഈ ഒരു പാത്തിന്റെ Pന്റെ ഒരു വെർട്ടെക്സ് UIയും വേറൊരു വെർട്ടെക്സ് Vj ഉണ്ടാവുക. UI എവിടുത്തെ എലമെന്റ് ആണ്, C1 minus U1 എലമെന്റ് ആയിരിക്കും. അതുപോലെ Vj എടുത്ത എലമെന്റ് ആണ് C2 minus V1 ല്, അതായത് C2 എന്ന് പറയുന്ന സൈക്കിളിൽ V1 മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. വിച്ച് ഈസ് ഇന്റേണലി ഡിസ്ജോയിന്റ് ഫ്രം C1 യൂണിയൻ C2 അല്ലെ. ഈ ഒരു പാത്ത് എന്താണ്, ഇന്റേണലി ഡിസ്ജോയിന്റ് ഡെഫിനിഷൻ ഓൾറെഡി പറഞ്ഞത്. അപ്പൊ ഈ C1 യൂണിയൻ C2 ൽ നിന്ന് ഡിസ്ജോയിന്റ് ആയിട്ടുള്ള, ഇന്റേണലി ഡിസ്ജോയിന്റ് ആയിട്ടുള്ള വേറൊരു പാത്താണ് എന്ത്, ഈ പറയുന്ന P എന്ന് പറയുന്ന പാത്ത്. Let P1 denote the longest of the two UI minus UI VI section of C1 and Q1 denote the longer of the two V1 VJ section of C2. അപ്പോൾ എന്താണ്, ഈ ഒരു വെർട്ടെക്സ് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു സെക്ഷൻ ഉണ്ടല്ലോ U1 UI എന്ന് പറയുന്നത്, U1 UI അല്ലെ. C1 ൽ എന്താണ്, ഈ U1 നിന്ന് UI ലേക്ക് എത്ര പാത്ത് ഉണ്ട്, ഒന്ന് ഈ പാത്തും കൺസിഡർ ചെയ്യുക, ഒന്ന് ഈ പാത്തും കൺസിഡർ ചെയ്യുക. അതിൽ ലാർജസ്റ്റ് ആയിട്ട് ഏതെടുക്കുക ഉള്ള പാത്തിനെ നമ്മൾ എന്ത് വിളിച്ചു, P1 എന്ന് വിളിച്ചു. അതുപോലെ V1 നിന്ന് Vj ലേക്ക് രണ്ട് പാത്ത് കൺസിഡർ ചെയ്യാം, ഒന്ന് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പാത്തും കൺസിഡർ ചെയ്യാം, ഒന്ന് ഇതിലെ വന്നിട്ട് ഇങ്ങോട്ടുള്ള പാത്തും കൺസിഡർ ചെയ്യാം. അതിൽ ലാർജസ്റ്റ് പാത്തായിട്ട് Q1 സെലക്ട് ചെയ്യും. അപ്പൊ എന്താണ്, ഇങ്ങനെയുള്ള രണ്ട് P1 ആൻഡ് Q1 എന്ന് പറയുന്ന രണ്ട് പാത്ത് കൺസിഡർ ചെയ്യും. എന്നിട്ട് ഈ പാത്ത് കൺസിഡർ ചെയ്യാം P1 യൂണിയൻ, അതായത് ഇവിടെ മുതൽ ഇതുവരെയുള്ള, സപ്പോസ് ഇതാണ് ലാർജസ്റ്റ് പാത്ത് എന്നുണ്ടെങ്കിൽ ഇവിടെ മുതൽ P1, എന്നിട്ട് എന്താണ് യൂണിയൻ Q1, ഇതാണ് Q1 എന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്ത് കൺസിഡർ ചെയ്യാം. അതെന്താണ്, ലോങ്ങർ ദാൻ C1 ആൻഡ് C2 ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഏതെങ്കിലും ഒരു പാത്തിനെക്കാട്ടിലും വലുത്. കാരണം എന്താ, ഇതിലേറ്റവും വലുതാണ് ഇതെടുത്തത്, ഇതിലേറ്റവും വലുതാണ് ഇതെടുത്തത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ യൂണിയനും പ്ലസ് P എന്ന് പറയുന്ന പാത്തും കൂടെ കൂടുമ്പോൾ അപ്പൊ അതും നമുക്ക് എന്ത് കിട്ടി, ഒരു കോൺട്രാഡിക്ഷൻ കിട്ടി. അപ്പൊ എന്താ മീൻ ചെയ്യുന്നത്, നമുക്ക് മിനിമം രണ്ട് വെർട്ടെക്സ് എങ്കിലും വേണം എന്നുള്ളത് കോമൺ ആയിട്ട്, അതൊരു തിയറാണ്.